കഴിഞ്ഞ വീഡിയോയുടെ നിർത്തിയെടുത്തും തുടങ്ങാം കേട്ടോ. നമ്മൾ ബോട്ടിലൊക്കെ പോയിട്ട് തിരികെ വന്ന് കുറേ നേരം വെള്ളത്തിൽ കളിച്ചായിരുന്നേ. മോനിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കളിച്ചിട്ട് അവർക്കൊന്നും മതിയായില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ നനഞ്ഞ് ആകെ കുളമായി കേട്ടോ. അങ്ങനെ തിരികെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ പിന്നെ ഇതുപോലെ ആട്ടിൻകുട്ടിയെ കണ്ട് മോനൊരു ഡ്രസ്സ് ഫുള്ളാണ് നനഞ്ഞത്. പിന്നെ നമ്മൾ നനഞ്ഞതുകൊണ്ട് തന്നെ ഫുള്ള് മണ്ണും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ റൂമിലോട്ട് വന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേറെ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ച് തോർത്തെടുത്തിങ്ങനെ കെട്ടിക്കൊടുത്തായിരുന്നു കേട്ടോ അവന്. പിന്നെ അവിടെ ആട്ടിൻകുട്ടിയെ കണ്ടു കേട്ടോ. രണ്ടുപേരും കൂടി പിടിച്ച് അയ്യോ ഭയങ്കര കുഞ്ഞ് ആട്ടിൻകുട്ടിയാണ്. അവിടെ വലിയ ആട്ടിൻകുട്ടിയൊന്നും അവിടെ ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ റൂമിലോട്ട് എത്തി. പിന്നെ ഡ്രസ്സ് അന്ന് നമ്മൾ പിന്നെ ഒരിടത്തും പോയി. നമ്മൾ അന്ന് വന്ന ദിവസം അത് രാവിലെയാണ്. അടുത്ത ദിവസം രാവിലെ നമ്മൾ 2 ദിവസം വന്നല്ലേ പറഞ്ഞല്ല കേട്ടോ. നമ്മൾ 3 ദിവസം അവിടെ നിൽപ്പുണ്ടായിരുന്നു. 4ാമത്തെ ദിവസം നമ്മൾ 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. 3 ദിവസം അവിടെ ഉണ്ടായിരുന്നത് സ്റ്റേ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഈ മോർണിംഗിൽ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്നതാണ്. ഇതൊരു 5 മണി സമയമായിരുന്നേ ആയി കാണും. അപ്പോൾ ആ സമയമാണ് എന്ത് രസമെന്നറിയാമോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഭംഗി ക്യാമറയിൽ അത്രയും ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇനി അത്രയും നല്ല അടിപൊളി ക്യാമറയാണെങ്കിൽ കിട്ടുമായിരിക്കും, ഞാൻ അറിയില്ല. പക്ഷെ ഞാനൊക്കെ രാവിലെ എണീക്കാൻ കുറച്ച് മടിയായിരുന്നു. നല്ല തണുപ്പ് നല്ല സുഖമായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൺറൈസ് കാണാമെന്ന് ഇത് വന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സാവുമായിരുന്നു കേട്ടോ. ഒരു വല്ലാത്തൊരു കാലാവസ്ഥ, ഭയങ്കര രസം. വെള്ളത്തിനും കടലിനുമൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് കേട്ടോ. അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്. ഇതിപ്പോൾ കുറച്ച് നേരം വെളുത്ത് വരുന്ന സമയമാണ്. നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ. ഓരോ സമയവും മാറുന്നതനുസരിച്ച് നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നേ. ആ സമയത്ത് ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അയാൾ മീൻ പിടിച്ചിട്ട് അയാൾ പറയുമായിരുന്നേ ഇവിടെ മഴ പെയ്യുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ്, വേറൊരു രസമാണ്, വേറൊരു രീതിയാണെന്നാണ് പറയണത്. അപ്പോൾ അത് കാണാനും നമുക്ക് ആഗ്രഹം തോന്നി കേട്ടോ. വല്ലാത്ത നല്ലൊരു കടലും ഭയങ്കര വല്ലാത്ത വ്യൂവും കേട്ടോ. അപ്പോൾ അയാൾ ഒരു മീൻ തന്നായിരുന്നു. അതിന് ജീവനുണ്ടായിരുന്നു. സത്യം ജീവനുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ജീവനുണ്ട്. ഞാൻ പെട്ടെന്ന് കടലിലോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു സന്തോഷം. നമ്മൾ കാരണം ജീവനുള്ള സാധനമല്ലേ, എനിക്കൊരു സങ്കടം പോലെ തോന്നി കേട്ടോ. ഇട്ടപ്പോൾ ഒരു സമാധാനം. ഇതിപ്പം കുറച്ചും കൂടി നേരം വെളുത്ത് വന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പോയിരുന്നേ ഒരിടത്ത്. അവിടെ നിറച്ച് ശംഖ്, അത് വലിയ വലിയ ശംഖ് കേട്ടോ. ഞാനത് ഫോണിലെടുത്താണ്, പക്ഷെ അതിൽ കാണാനില്ല എൻ്റെ. അപ്പോൾ പിന്നെ അങ്ങനെ വലിയ വലിയ ശംഖ് അത് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചാണ്. തിരികെ നമ്മൾ റൂമിലോട്ട് വന്ന് പൂരിയും പത്തിരിയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. നമ്മൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ റെഡിയാക്കി തരും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറച്ച് കൂടുതലാണ്. അതായത് അവർ ഷിപ്പിലാണ് എല്ലാം വരുത്തുന്നത്. ഇവിടെ മീൻ മാത്രമേ ഉള്ളൂ. കാരണം കടലല്ലേ ഫുള്ളും. മീനാണ് കൂടുതൽ അവർക്ക് കിട്ടുന്നത്. മീൻ കിട്ടും. പിന്നെ വേറെ എന്താ കൂടുതൽ കിട്ടുന്നത്? മീൻ തന്നെ. പിന്നെ തേങ്ങയൊക്കെ കിട്ടും കേട്ടോ. തേങ്ങയൊക്കെ ഉണ്ട്. പക്ഷേ വേറെ സംഭവങ്ങളൊക്കെ ഇവർ ഷിപ്പിലാണ് കൊണ്ടുവരുന്നത്. ഇവരുടെ കാറൊക്കെ ആണെങ്കിൽ ഷിപ്പിലാണ്. കാറിന് പ്രോപ്പറായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ വർക്ക്ഷോപ്സൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും, പിന്നെ എന്തൊക്കെ ചെയ്യുമല്ലോ. അതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയണത് കേട്ടോ. പിന്നെ ഇത് സ്കൂബ ഡൈവിങ്ങിൻ്റെ സാധനമാണ്. ഞാനതിന് പോയില്ല കേട്ടോ. ഇനി മോന് കുറച്ച് വലുതായിട്ട് പോകുമ്പോൾ പോവാം. അങ്ങനെ പിന്നെ നമ്മൾ തിരികെ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ നമ്മൾ സ്നോർക്കിളിങ് ചെയ്തായിരുന്നു. സ്നോർക്കിളിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്കൊക്കെ വെച്ചിട്ട് കാലിൽ ഫിഷിൻ്റെ ഒരു സംഭവം പോലത്തെ ഒരു സാധനം ഇടുവേ. എന്നിട്ട് അവരും ഇതുപോലെ ഇട്ടിട്ട് അവർ നമ്മളിങ്ങനെ നീന്തി കൊണ്ടുവരും. നമ്മൾ നേരെ കിടക്കണം, കമന്ന് കിടക്കണം. അതായത് ഫിഷ് കിടക്കും പോലെ നമ്മൾ കമന്ന് കിടക്കണം. എന്നിട്ട് നമുക്ക് താഴോട്ട് തല കുനിച്ച് നോക്കുമ്പോൾ നമുക്ക് നിറച്ച് ഫിഷിനെയും കടലിലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുവേ. ഇതിൽ നമ്മുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള ക്യാമറ വേണം, എന്നാലേ അത് പകർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. തിരികെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയും ഒരു ചെറിയ തലകറക്കമൊക്കെ വന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ട് ഓൾറെഡി, ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ തിരികെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സംഭവം അടിപൊളിയായിരുന്നു. ഇതിൽ നമ്മൾ കുറേ നേരം ഈ ബോട്ടിങ്ങിൽ നിന്ന് കേട്ടോ. ഈ വെള്ളത്തിൽ കളിക്കുന്നതും ബോട്ടിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. അത് കുറേ നേരം നമ്മൾ ചെയ്തായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ ബോട്ടിൽ ഇങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ നേരം പോയി. ഇവിടെ നമ്മൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്ത് അതെ. എന്നിട്ട് നമ്മൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തായിരുന്നേ ഇവിടെ.
നമ്മളെ വെള്ളത്തേക്ക് കളിച്ച് വേണ്ടിട്ട് നമ്മൾ കയറി. ഇവിടെ തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് പോലെ ചെറിയൊരു ഇതുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഈ തലവേദനയൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് മാഗി, നല്ല ചൂട് മാഗിയും തേയില വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ആ ക്ഷീണമൊക്കെ നമുക്കങ്ങ് മാറി. പിന്നെ നമ്മൾ വീണ്ടും ഓക്കെ ആയി. നമ്മൾ ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇവിടെ കുറേ നേരം കടലിൽ കളിച്ച് കേട്ടോ. വലിയ തിരമാലയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വെള്ളം. അപ്പം പിന്നെ ഒത്തിരി നേരം ഭയങ്കര ചൂടുമില്ല, വെയിലിന് ഭയങ്കര ചൂടൊന്നുമില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം, പിന്നെ എല്ലാവരും ബോട്ടിങ്ങിന് കുറേ തവണ പോയി. അങ്ങനെ പിന്നെ നമ്മൾ തിരികെ റൂമിൽ വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ നമ്മളെ കറക്റ്റായിട്ട് തിരിച്ച് കൊണ്ടുവരികയും ഏത് കാര്യത്തിനാണെങ്കിലും അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്തു കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോ തന്നെ പറയാം കേട്ടോ. ഇത് ഞാൻ കാര്യമായിട്ട് തന്നെ നോക്കിയിട്ട് അതെല്ലാം പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിവിടെ പോകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഇതിലാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളും പോലീസിൻ്റെ എന്തോ സർട്ടിഫിക്കേഷൻ, PC വെരിഫിക്കേഷൻ, അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് ഞാൻ ഇടാവേ. ഇത് നമ്മൾ പിന്നെ ഉൾക്കടലിലോട്ട് പോവുകയാണ്. ഉൾക്കടലിൽ നല്ല ദൂരത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ സമയം നല്ല കുറച്ച് വെയിലുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ തിരികെ പോവാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര രസം. അങ്ങനെ നമ്മൾ തിരികെ വന്നു കേട്ടോ. ഇതിപ്പം ഈവനിങ് ആയി. കടലിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. നല്ല രസമാണ്. ഓരോ സമയത്തെയും ഓരോ സ്ഥലത്തെയും കളേഴ്സ് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കളേഴ്സ് കേട്ടോ. ഇത് സൺസെറ്റ് ആയേ. നമ്മളിവിടെ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നേ. അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോയത്. പിന്നെ നല്ലൊരു യാത്രയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ദിവസം പെട്ടെന്ന് 3 ദിവസം കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല. ഇവിടെ വന്നൊരു നല്ലൊരു ടീ ഷോപ്പായിരുന്നു. ഇവിടെ എല്ലാം ഫ്രഷ് ആയിരുന്നു. ഞാൻ പറഞ്ഞ തേങ്ങ നിറച്ചുള്ളത് കൊണ്ടാണെന്നറിയില്ല, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ. നമ്മൾ ചില കടകളിലൊക്കെ എണ്ണയുടെ ഒരു ഇത് വരുമല്ലോ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ പോയി. പിന്നെ ഇവിടെ കളികളാണ് കേട്ടോ. മണ്ണിൽ ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് പിന്നെ തിരികെ വന്ന് നമ്മൾ ചപ്പാത്തി, മുട്ടക്കറി, പിന്നെ ഒരു വെജ് കുറുമ അങ്ങനെയൊക്കെ. പിന്നെ രാത്രിയായപ്പോൾ നമ്മളൊന്ന് കാണാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. രാത്രിത്തെ കാഴ്ച എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും രാത്രി ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടികൾ ഭയങ്കര കുറവ്, അതായത് കുറച്ച് കാറും സൈക്കിളും അത്രയേ ഉള്ളൂ കേട്ടോ. ബസ്സോ അങ്ങനെയൊന്നുമില്ല, കാരണം കുഞ്ഞു ദ്വീപല്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ കണ്ടോ ഒത്തിരി ഫിഷ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് നിറച്ച് ഫിഷ്. രാത്രി എൻജോയ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ നിറച്ച് ആമ, വലിയ വലിയ ആമകൾ ഇവിടെ കാണാൻ പറ്റി കേട്ടോ. ഇതിപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ അടിപൊളിയാണ്. നമുക്കിത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയാണ്. ഇത് രാത്രിയാണ്, അപ്പോൾ അതിൻ്റേതായ ഒരിതുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരിക്കും ഈ വ്യൂ ഒക്കെ.
ഇവിടെ പിന്നെ വലിയ ആഴമൊന്നും ഇല്ലാത്ത ഭാഗമാണ് ഈ കടലിൻ്റെ ഭാഗം. കുറച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര തിരമാലകളൊക്കെ വരും. ഇത് കടലാണ്, പക്ഷേ ആഴമില്ല. നമ്മൾ കാണുമ്പോൾ ഒരു ലേക്ക് പോലെയാണ് തോന്നുന്നത്. പക്ഷേ അങ്ങോട്ട് കടലിൻ്റെ ആ ഇരമ്പലും ആ കടലിൻ്റെ ആ ഒഴുക്കൊക്കെ കാണാൻ പറ്റും. ഇവിടെ വലിയ തിരയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ എവിടെ ലക്ഷദ്വീപിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും കുറേ സ്ഥലത്ത് നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാം. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ആഴമുണ്ട് കേട്ടോ. നല്ല തിര ഉണ്ടോ, തിര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ. ഇവിടെ കുറച്ച് ആഴമുള്ള ഭാഗമാണ്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ ഇവിടെ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല കേട്ടോ, കുറേ ആൾക്കാർ രാത്രിയിലും മീൻ പിടിക്കും കേട്ടോ. അവർ മീനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നത്. നമ്മൾ തിരികെ റൂമിലേക്ക് നടന്നാണ് പോയത്. നടന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ, നടന്ന് പോകുന്ന വിചാരിച്ച്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ഈ രാത്രിയിലുള്ള യാത്ര എന്ന് പറയണത്. ഇനി ലക്ഷദ്വീപിന് യാത്ര പറഞ്ഞ് നമ്മൾ തിരികെ പോവാണ്. വല്ലാത്തൊരു സങ്കടമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ദിവസം നിൽക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ശാന്ത സുന്ദരമായ സ്ഥലം, അതായത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ ഹോണടിയില്ല. ഇവിടെ അധികം ഹോണടിക്കുകയൊന്നുമില്ല കേട്ടോ ആൾക്കാർ. സൈക്കിള് മാത്രം. പിന്നെ ശാന്തസുന്ദരം, അത്രയും തന്നെ. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ലക്ഷദ്വീപ് ഒന്ന് കണ്ടിരിക്കേണ്ടത് നല്ലതാണ് കേട്ടോ. അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അങ്ങനെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മൾ തിരികെ പോകാൻ നേരത്ത് എയർപോർട്ടിൽ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ വന്നിരുന്നു, റെസ്ക്യൂ വർക്ക്. നമ്മൾ അനാർക്കലി ഫിലിമിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ വന്നിട്ട് കുറച്ച് ആൾക്കാർ അസുഖമായിട്ട് അവരെ കയറ്റിക്കൊണ്ട് പോയി. നമ്മൾ തിരികെ പോവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.